സഞ്ജു സാംസൺ തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി വരികയാണ്. രാജ്യത്തിന്റെ അഭിമാന താരമായ ക്രിക്കറ്റ് സഞ്ജു സാംസൺ കേരളത്തിലേക്ക് വരുന്നു. വമ്പൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഒപ്പമുണ്ട് എന്നതാണ് ആ ദൃശ്യങ്ങൾ മനസ്സിലാവും. സ്വീകരിക്കാനെത്തിയിട്ടുണ്ട്. ഇതൊരു ട്രയലാണ്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സഞ്ജു നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ആരാധകർ വലിയ രീതിയിൽ തടിച്ചുകൂടിയിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായ സ്വീകരണം സഞ്ജു തലസ്ഥാനത്തെത്തുമ്പോൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വളരെ അപ്രതീക്ഷിതമായി ഇന്ന് വൈകുന്നേരം തന്നെ ഹലോ എയർവൈസിന്റെ സ്വകാര്യ ജെറ്റിൽ സഞ്ജു സാംസൺ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹവും ഭാര്യയും ഒപ്പമാണ് ഇവിടെ വിമാനം ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം വലിയ തരത്തിലുള്ള സ്വീകരണം ഒരുക്കാനുള്ള സമയം ക്രിക്കറ്റ് ആരാധകർക്ക് ലഭിച്ചില്ല എന്നതാണ് നിരാശയുളവാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. സഞ്ജുവിന്റെ വാഹനം പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അത് എവിടേക്കാണ്? അദ്ദേഹം വിഴിഞ്ഞത്തെ വസതിയിലേക്കാണോ അതോ എവിടേക്കാണ് പോകുന്നതെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ സഞ്ജു സാംസന്റെ വാഹനം പോലീസ് അകമ്പടിയോടെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മാതാവ് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അമ്മയെ കാണാനായിട്ടാണോ വളരെ പെട്ടെന്നുള്ള ഈ മടങ്ങിവരവ് എന്ന് അറിയില്ല. പക്ഷെ അത്തരത്തിലുള്ള ചില സൂചനകളുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയാണ് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചത്. ഈ വാർത്തയറിഞ്ഞ് സഞ്ജു എത്തുന്ന വാർത്തയറിഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് ആരാധകർ ഈ സമീപ പ്രദേശങ്ങളിലുള്ള തീരമേഖലകളിലൊക്കെയുള്ള ക്രിക്കറ്റ് ആരാധകർ ഇവിടേക്ക് ഓടിയെത്തുന്ന കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് എവിടേക്കാണ് പോയിരിക്കുന്നത്? വിഴിഞ്ഞത്തുള്ള വസതിയിലേക്കാണോ അതോ അമ്മയെ കാണാനായിട്ടാണോ? എവിടേക്കാണ് പോയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എല്ലാവർക്കും നന്ദി എന്ന് മാത്രം പ്രതികരിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. എന്തായാലും സഞ്ജു എത്തുന്നതറിഞ്ഞ് വലിയൊരു ആൾക്കൂട്ടമാണ്. ക്രിക്കറ്റ് ആരാധകരാണ്. സഞ്ജുവിനെ സ്നേഹിച്ചിരുന്ന തലസ്ഥാനവാസികളാണ്. ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ടെർമിനലിനടുത്തേക്ക് സഞ്ജു സാംസണെയും ചാരുലതയും കാണാൻ അവർക്ക് ആശംസകൾ അറിയിക്കാനായി എത്തിച്ചേർന്നത്. എയർപോർട്ടിൽ വമ്പൻ സ്വീകരണമാണ് സഞ്ജുവിന് ഒരുക്കിയത്. നമുക്ക് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മത്സരം കഴിഞ്ഞു, ഇന്ന് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാവുന്ന ഒരു കാര്യം. ഡാൻ, ഈ സഞ്ജു മടങ്ങി വരുന്നു എന്നത് സ്വാഭാവികമായും വലിയ രീതിയിൽ ആരാധകരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവേണ്ടതാണ്. ഇന്ന് അവിടെ മന്ത്രിമാർ വി ശിവൻകുട്ടിയുണ്ട്. അദ്ദേഹം രാവിലെ തന്നെ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ വലിയ സ്വീകരണം ഒരുക്കുന്നത്. മറ്റെന്തെങ്കിലും സ്വീകരണ പരിപാടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ? സഞ്ജുവിൻ്റെ മടക്കയാത്ര, അടുത്ത പരിപാടികൾ, എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം കോവളം ലീല ഹോട്ടലിലേക്കാണ് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. പോലീസിന്റെ അകമ്പടിയിൽ കോവളത്തെ ലീല ഹോട്ടലിലേക്കാണ് സഞ്ജുവുമായി വാഹനവ്യൂഹം വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വീട്ടിലേക്ക് അദ്ദേഹം ഇപ്പോൾ മടങ്ങില്ല. മറ്റ് ചില സ്വീകരണ പരിപാടികളൊക്കെ ഉണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മയുടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതുമായി അവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിന് അഹമ്മദാബാദിലേക്ക് ഈ ചരിത്ര നിമിഷം നേരിൽ കാണാൻ കടന്നുപോകാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമ്മയുടെ അടുത്ത്
പുറത്തേക്ക് പോകുന്നതിനായിരിക്കും ആദ്യ പരിഗണന നൽകുക. അതിനുശേഷം മാത്രമേ മറ്റ് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് സൂചന. എന്തായാലും സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തി അദ്ദേഹത്തിന് പൂച്ചെണ്ട് നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ആദരവ് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ചരിത്ര വിജയത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവിന് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായേക്കുമെന്നുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് നിറയുന്നതിനിടയിലാണ് അദ്ദേഹം തലസ്ഥാനത്തേക്ക് വിമാനമിറങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അഭിമാന നിമിഷത്തിൽ, അതായത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 130 കോടി ജനങ്ങളുടെ ആവേശം നെഞ്ചിലേറ്റിക്കൊണ്ട് 2020 ലോകകപ്പിന്റെ നിർണായകമായ ഫൈനലിൽ ചരിത്ര വിജയത്തിലേക്ക് ഇന്ത്യയെ ആവേശപൂർവ്വം ബാറ്റ് ചെയ്ത് നയിച്ച സഞ്ജു സാംസണാണ്. അതിന്റെ ആവേശം തെല്ലും ചോരാതെ വലിയ അഭിമാനത്തോടെ തലസ്ഥാനത്ത് ഇപ്പോൾ വിമാനമിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഏതാനും വാക്കുകളിൽ മാത്രം അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട്, എല്ലാവർക്കും നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മിതമായ വാക്കുകളിൽ സന്തോഷം പങ്കുവെച്ച് അദ്ദേഹം കോവളത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് തന്റെ പത്നിയോടൊപ്പം. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ചില സ്വീകരണ പരിപാടികൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സഞ്ജു സാംസണിന് വേണ്ടി ഒരുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ തുടക്കമെന്ന വണ്ണമാണ് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി സർക്കാരിന്റെ ആദരവ് സഞ്ജു സാംസണെ അറിയിച്ചത്. സഞ്ജു എപ്പോൾ വരുമെന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ വളരെ അപ്രതീക്ഷിതമായി സഞ്ജു ഇവിടേക്ക് എത്തുകയുമായിരുന്നു. പക്ഷേ നേരത്തെ അറിയിച്ചത് വലിയ തരത്തിൽ, അതായത് സർക്കാരിന്റെ വലിയ പ്രതിനിധികൾ, അതോടൊപ്പം കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരൊക്കെ ഒരുമിച്ച് വിമാനത്താവളത്തിലേക്ക് എത്തി സഞ്ജുവിന് വലിയൊരു സ്വീകരണം ഒരുക്കുന്ന ഒരു ചടങ്ങായി ഇത് മാറുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടേക്ക് എത്താനുള്ള ഒരു തീരുമാനം സഞ്ജു സാംസൺ എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അഹമ്മദാബാദിൽ നിന്ന് ഹലോ എയർവേസിന്റെ പ്രത്യേക ജെറ്റ് വിമാനത്തിൽ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ സഞ്ജുവും ഭാര്യയും അല്പസമയം മുമ്പ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വിമാനമിറങ്ങി ഇപ്പോൾ കോവളത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ദിവസം മാധ്യമങ്ങളെ വിശദമായി കാണാം, തന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് സഞ്ജു സാംസൺ മടങ്ങിയിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചൊക്കെ വലിയ അഭിമാനകരമായ ഒരു നിമിഷം. ആ നിമിഷത്തിലാണ് സഞ്ജു സാംസൺ ആ ക്രിക്കറ്റ് ആവേശം തെല്ലും ചോരുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. ആവേശം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാനെത്തിയവരുടെ മുഖത്തുണ്ടായിരുന്നു. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ നിർണായകമായ, അതായത് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നിമിഷം തന്നെയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ പറഞ്ഞത്. ഒരുപക്ഷെ അടുത്ത ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി വിഴിഞ്ഞത്തിന്റെ പുത്രനായ സഞ്ജു സാംസൺ മാറുമെന്ന വലിയ അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് സഞ്ജു ഇവിടേക്ക് വിമാനമിറക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം നല്ല വാർത്തകൾക്കായി ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലും എമ്പാടും. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളം പ്രതീക്ഷിക്കുകയാണ് ഏറെ. അതായത് കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകം സഞ്ജു. അതാണ് സഞ്ജുവിന് ഇപ്പോൾ കൈവരുന്ന ഇമേജ്. കാരണം പലപ്പോഴും പുറത്താക്കപ്പെടും ടീമിൽ നിന്ന്, അതല്ലെങ്കിൽ ക്രിക്കറ്റിൽ പ്രതീക്ഷിച്ച വലിയ വിജയങ്ങൾ ഉണ്ടാവില്ല എന്ന് തോന്നലുള്ള ഘട്ടങ്ങളിലെല്ലാം കരുത്തുറ്റ പ്രകടനവുമായി തിരിച്ചെത്തി എന്നതാണ് സഞ്ജുവിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് ഇന്നലെ നമ്മൾ കാണുകയും ചെയ്തത്. അങ്ങനെ ഇനി സഞ്ജു ഇന്ത്യയുടെ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനാകുമോ എന്ന വളരെ പ്രതീക്ഷ നൽകുന്ന, ആകാംക്ഷ നൽകുന്ന ചില ചോദ്യങ്ങളും പ്രതീക്ഷകൾ കൂടി ബാക്കിയാവുകയാണ്. എന്തായാലും സഞ്ജു വിശദമായി മാധ്യമങ്ങളെ കണ്ടേക്കാം. ഇന്ന് അദ്ദേഹം മടങ്ങി വരുന്നത് കുടുംബത്തിൻ്റെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെങ്കിലോ കാരണങ്ങൾ കൊണ്ടാവാം. എന്തായാലും അദ്ദേഹം ചാർട്ട് ചെയ്ത പ്രത്യേക ഫ്ലൈറ്റിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.